ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്പെസിഫിക് വോളിയം, ഓപ്ഷൻ ബി വെയിറ്റ് ഡെൻസിറ്റി, ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി, ഓപ്ഷൻ ഡി വിസ്കോസിറ്റി. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡിൻ്റെയും സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെയും റേഷ്യോ ഏത് പ്രോപ്പർട്ടി ആണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്പെസിഫിക് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്നത്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെയും സ്പെസിഫിക് വെയിറ്റുകൾ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് വാട്ടറാണ്. ഗ്യാസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കാരണം മൂവിങ് ഫ്ലൂയിഡിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിക്ക് കാരണം കൊഹസീവ് ഫോഴ്സും ഇൻ്റർമോളിക്കുലാർ മൊമെൻ്റം ട്രാൻസ്ഫറുമാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഓപ്ഷൻ എ വാട്ട് മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി മീറ്റർ സ്ക്വയർ സെക്കൻഡ്, ഓപ്ഷൻ സി സ്റ്റോക്സ്, ഓപ്ഷൻ ഡി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഷിയർ സ്ട്രെസ് ഓൺ ആൻ ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഈ ഇക്വേഷനിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മ്യൂ വെച്ചിട്ട് ഈക്വേറ്റ് ചെയ്യാം. ആ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ സിംപിളി ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ആണ്. MKS യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGS യൂണിറ്റ് ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള CGS യൂണിറ്റിനെ നമ്മൾ പോയിസെ എന്നുകൂടെ പറയും. 1 പോയിസെ ഈക്വൽ ടു 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതുപോലെ 1 പോയിസെ ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി. സ്റ്റോക്സും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ്. ഓപ്ഷൻ എ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി കിലോഗ്രാം സെക്കൻഡ് പെർ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ സി മീറ്റർ പെർ കിലോഗ്രാം സെക്കൻഡ്, ഓപ്ഷൻ ഡി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും ഡെൻസിറ്റിയുടെയും റേഷ്യോനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്സ്, SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഓപ്ഷൻ ഡി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഡാഷ് ആൻഡ് ദാറ്റ് ഓഫ് ലിക്വിഡ് ഡാഷ്. ഓപ്ഷൻ എ ഇൻക്രീസസ്, ഡിക്രീസസ്, ഓപ്ഷൻ ബി ഡിക്രീസസ്, ഇൻക്രീസസ്, ഓപ്ഷൻ സി ഡിക്രീസസ്, ഡിക്രീസസ്, ഓപ്ഷൻ ഡി ഇൻക്രീസസ്, ഇൻക്രീസസ്.
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെയും ലിക്വിഡിൻ്റെയും വിസ്കോസിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗ്യാസിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വിസ്കസ് ഫോഴ്സിന് കാരണം കൊഹസീവ് ഫോഴ്സും ഇൻ്റർമോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറുമാണ്. ലിക്വിഡിൻ്റെ കേസിൽ ഈ കൊഹസീവ് ഫോഴ്സാണ് പ്രിഡോമിനൻറ്റ് ഫോഴ്സ്. ഇൻ്റർമോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ നെഗ്ലിജിബിൾ ആണ്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊഹസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലിക്വിഡിൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ഗ്യാസിൻ്റെ കേസിൽ ഇൻ്റർമോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻ്റർമോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലോ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ഇൻക്രീസസ് ഡിക്രീസസ്. ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും, ലിക്വിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ മെർക്കുറി ഈസ് സ്പിൽഡ് ഓവർ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് ഇറ്റ് ടെൻസ് ടു ഗ്യാദർ ഇൻ ടു ഡ്രോപ്ലെറ്റ്സ്. വൈ? ഓപ്ഷൻ എ, കൊഹസീവ് ഫോഴ്സ് ഈസ് മോർ ദാൻ അഡ്ഹസീവ് ഫോഴ്സ്. ഓപ്ഷൻ ബി, അഡ്ഹസീവ് ഫോഴ്സ് ഈസ് മോർ ദാൻ കൊഹസീവ് ഫോഴ്സ്. ഓപ്ഷൻ സി, ബോത്ത് കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ ആർ ഈക്വൽ. ഓപ്ഷൻ ഡി, മെർക്കുറി ഈസ് എ മെറ്റൽ. നമുക്കറിയാം കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് സെയിം കൈൻഡ്, അല്ലെങ്കിൽ ലിക്വിഡിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. അഡ്ഹീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിലെ മോളിക്യൂൾസും ലിക്വിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന സോളിഡ് ബൗണ്ടറിയിലെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ലിക്വിഡിലെ മോളിക്യൂൾസും സോളിഡ് ബൗണ്ടറിയിലെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് അഡ്ഹീഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സർഫസിൽ വീണ മെർക്കുറി ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറാൻ കാരണം മെർക്കുറിയിലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മെർക്കുറിയും സർഫസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാളും കൂടുതലായതാണ്. അപ്പോൾ നമുക്കറിയാം സെയിം കൈൻഡ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് കൊഹിഷൻ. അത് ഡിഫറെൻറ്റ് കൈൻഡ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സായ അഡീഷനേക്കാളും കൂടുതലായതുകൊണ്ടാണ് ഇവിടെ മെർക്കുറി ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, കൊഹസീവ് ഫോഴ്സ് ഈസ് മോർ ദാൻ അഡ്ഹസീവ് ഫോഴ്സ്.